നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയായ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് വായിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ഭാരങ്ങളും വഹിക്കുന്ന ഭാരവാഹിയാണ് കർത്താവ് എന്ന് പറയുന്നത്. 14-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ധ്യാനത്തിനായി വായിക്കുകയാണ്. സീയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മൾ ഇന്നായിരിക്കുന്ന സിറ്റുവേഷന് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ. എനിക്ക് ഒരു നന്മ കാണാനോ വിശാലത പ്രാപിക്കാനോ കഴിയുകയില്ല. ചിലപ്പോൾ എതിരുകളായിരിക്കാം, ഞെരുക്കങ്ങളായിരിക്കാം, മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചതായ സംഭവങ്ങൾ കൊണ്ടുള്ളതായ തകർച്ചകളായിരിക്കാം. അപ്പോൾ മനസ്സിൽ ചിന്തകൾ കടന്നു വരും, ഇതിൽ നിന്ന് എനിക്ക് കരകയറാനായിട്ട് കഴിയുകയില്ല, ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുകയില്ല, ദിനം പ്രതി അധോഗതിയിലേക്ക് കടന്നു പോവുകയാണ് എന്നൊക്കെയുള്ളതായ ചിന്തകൾ നമ്മെ ഭരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മനുഷ്യൻ്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവത്തിന് ഏതൊരു വ്യക്തിയുടെയും സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്നും ഉയർത്തുന്നവനാണ് ദൈവം. ഈ 14-ാം സങ്കീർത്തനം പാടിയിരിക്കുന്നത് ദാവീദ് തന്നെയാണ്. ഇശായി എന്ന് പറയുന്നത് അത്ര സമ്പന്നനൊന്നും ആയിരുന്നില്ല. ദാവീദിൻ്റെ ജീവിതത്തെ നാം പരിശോധിച്ചാൽ ശൗലിനോടുകൂടെ ചേർന്ന് നിന്ന് യുദ്ധം നടത്തുന്ന കാലഘട്ടത്തിലും ഇശായിയുടെ കുടുംബത്തിലേക്ക്, തൻ്റെ കുടുംബത്തിലേക്കൊക്കെ പോയി വരികയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയൊക്കെ പതിവായിരുന്നു. ശൗൽ രാജാവ് തൻ്റെ മകളെ ഈ ദാവീദിന് ഭാര്യയായി നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, എൻ്റെ ആസ്മാദികൾ എന്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ അത്ര മെച്ചപ്പെട്ടതൊന്നും ആയിരുന്നില്ല. ശൗല് ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, ഈ യൗവനക്കാരൻ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം പല കുഴച്ചിലുകളും പ്രശ്നങ്ങളും. ശൗൽ രാജാവിൻ്റെ അസൂയ, അത് നിമിത്തം അഹീമലേക്ക് എന്ന് പറയുന്ന പുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഈ പുരോഹിതൻ പരമാർത്ഥതയോടുകൂടി തന്നെ കൈക്കൊള്ളുന്നു. ആ കൈക്കൊണ്ട പുരോഹിതനെയും കുടുംബത്തെയും വകവരുത്തുന്നത് നമുക്ക് ശൗല് വകവരുത്തുന്നതൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ സ്വീകരിക്കുന്നവർ, തന്നെ കൈത്താങ്ങൽ നൽകുന്നവർ, അവരെ എല്ലാം തൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ അവരെ എല്ലാം കൂടെ ബാധിക്കുന്ന വളരെ പരിതാപകരമായ ഒരു സാഹചര്യം, 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കഷ്ടതയുടെ അവസ്ഥയിലൂടെ, ആ കഷ്ടതയുടെ വലിയ വേലിയേറ്റം തന്നെ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. പരസ്യമായിട്ട് തനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, സ്വാതന്ത്ര്യമില്ല, ഗുഹയിലൊക്കെ ഒളിച്ചു പാർക്കേണ്ടതായി വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഏത് മനുഷ്യനും ചോദിച്ചു പോകും. ചിലരെ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിഞ്ഞു പോകാനായിട്ട് ഇതിന് രക്ഷയില്ല എന്നുള്ള ചിന്തയിൽ തീരുമാനിക്കും. എന്നാൽ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. ദാവീദിന് പ്രത്യാശയുണ്ടായിരുന്നു. യഹോവ തൻ്റെ ജനത്തിന് മാറ്റം വരുത്തും, സ്ഥിതികൾക്ക് ഇന്ന് അനുഭവിക്കുന്ന വ്യഥകൾക്ക് ദൈവം പരിഹാരം വരുത്തും എന്നുള്ള ബോധ്യം ദാവീദിന് ഉണ്ടായിരുന്നു. ദാവീദിനോട് കൂടെ ഉള്ളവരെക്കുറിച്ചും നാം പരിശോധിച്ചാൽ 1 ശമൂവേൽ 22-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ, അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. പരഗതിയില്ലാത്തവർ, യാതൊരു വഴിയുമില്ലാത്തവർ, കടമുള്ളവർ, മാനസികവും ശാരീരികമായ ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയൊന്നുമില്ലാത്ത ഒരുപറ്റം ആൾക്കാരാണ് ദാവീദിനോട് കൂടെ ഉള്ളത്. അപ്പോൾ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷെങ്കിൽ അവർ ദാവീദിനോടുകൂടെ ചേർന്ന് ദാവീദിൻ്റെ കഷ്ടതയിൽ എന്ത് ചെയ്തു? തുണ നിൽക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കർത്തൃദാസനോടുകൂടെ ഞെരുക്കമനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ദൈവിക വേലയ്ക്കൊക്കെ കൈത്താങ്ങൽ കൊടുക്കുകയൊക്കെ ചെയ്താൽ
നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുന്നവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. 2 ശമൂവേൽ 23 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന വീരന്മാരുടെ പേരാം ഇത് എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാലം മുൻപോട്ട് പോയപ്പോൾ ദാവീദിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. തന്നെ തകർത്ത് കളയാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച വ്യക്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. മാത്രമല്ല, ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേക കഴിവുകൾ ദൈവം കൊടുക്കുവാനിടയായി, ബുദ്ധിയെ ദൈവം തുറക്കുവാനായിട്ടിടയായി. ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തെയും ദൈവീയ വേലയെയും സ്നേഹിക്കുകയും കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ഉള്ളവരെയും അവരുടെ സ്ഥിതികൾക്കും ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നായിരിക്കുന്ന പരിസ്ഥിതിക്ക് ഒരു മാറ്റവും ഉണ്ടാകത്തില്ലെന്നുള്ള തോന്നലും നിരാശയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കൂ. നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിനേ കഴിയുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.